ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരിമോഹൻ, നിലവിൽ അമ്പലപ്പുഴ കോൺഗ്രസ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. നേതാക്കൾ കൂടിയാലോചനകൾ നടത്തുന്നു എന്നാണ് അറിയാനാകുന്നത്. സുധാകരനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിനാണോ സാധ്യത? തീർച്ചയായിട്ടും അത്തരം സാധ്യതകളെക്കുറിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ തിരക്കിട്ട് ആലോചിക്കുന്നത്. മാത്രമല്ല, നമ്മൾ നേരത്തെ തന്നെ ഈ അമ്പലപ്പുഴ എന്തുകൊണ്ട് ഒഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ള ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. കാരണം അമ്പലപ്പുഴയിലെ സാധ്യതാ പട്ടികയിൽ പോലും ആളുകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിൽ ഒരു തരത്തിലുള്ള സാധ്യതാ പട്ടികയിൽ ആരെ ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനമായിരുന്നില്ല. അപ്പോൾ അമ്പലപ്പുഴ പൂർണ്ണമായിട്ടും ഒഴിച്ചിട്ട് ജി സുധാകരന്റെ നിലപാടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. ആ നിലപാട് വന്നിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു മുന്നണിയുടെയും ഭാഗമായി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയും ഭാഗമായി മത്സരിക്കാനില്ലെന്ന് പറയുന്ന ജി സുധാകരനെ പിന്തുണ കൊടുക്കണോ എന്നുള്ള കാര്യത്തിലാണ് ഇനിയിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തീരുമാനമെടുക്കേണ്ടത്. ഇതിനോടകം തന്നെ, അതായത് ജി സുധാകരൻ നിലപാട് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ മുതിർന്ന നേതാക്കൾ തമ്മിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി സംസാരിച്ചു കഴിഞ്ഞു. സണ്ണി ജോസഫും മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. ഇവർ പരസ്യമായി ഇത് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും വരുന്ന മണിക്കൂറുകളിൽ നേതൃത്വവുമായി ആലോചിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഇക്കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. KPC അധ്യക്ഷൻ സണ്ണി ജോസഫും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞ ചില വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജി സുധാകരൻ കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകണമെന്നുള്ളതാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, മുൻപ് ഈ ജി സുധാകരന്റെ രക്തസാക്ഷി കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ അത് കഴിഞ്ഞുപോയ കാര്യമാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ജി സുധാകരനെ മനസ്സാ സ്വീകരിക്കാൻ വേണ്ടി നേതാക്കളെല്ലാം തയ്യാറെടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടത് ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ട് അവരുമായി, അല്ലെങ്കിൽ അവർക്ക് എതിർപ്പുണ്ടാകാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുക. അമ്പലപ്പുഴയെ സംബന്ധിച്ച് അമ്പലപ്പുഴയിൽ ജി സുധാകരന് വ്യക്തിപരമായി തന്നെ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച ശേഷമായിരിക്കും കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും ജി സുധാകരനെ ഒരു പിന്തുണ കൊടുക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും തന്നെ എതിർപ്പുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തീരുമാനം അധികം വൈകില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.